2005 സാന്റിയാഗോ ബെർണാബൂവിൽ വെച്ചിട്ട് ഒരു ബാർസലോണ പ്ലെയർ റയൽ മാഡ്രിഡിനെതിരെ രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോൾ റിയൽ മാഡ്രിഡിന്റെ ഹോം ഫാൻസ് തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഈ പ്ലെയർ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ബാഴ്സലോണയിലെ തന്നെ ഒരു കോച്ച് ഈ ടീമിൽ നീ ഇനി ഫിറ്റ് ആവില്ല, നീ ഇനി വേറെ എവിടെയെങ്കിലും പോയി നോക്കിക്കോ, ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്നത്? എങ്ങനെയാണ് ഒരു കരിയറിൻ്റെ ഉച്ചത്തിൽ നിന്നുകൊണ്ട് വെറും 3 വർഷം കൊണ്ട് അയാൾ അതേ ക്ലബിൻ്റെ ശാപമായി മാറുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2005 ഒന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയേ. അന്നൊരു യൂട്യൂബ് ഇല്ല, വലിയൊരു ഇൻസ്റ്റാഗ്രാം ഇല്ല, അൽഗോരിതത്തിൻ്റെ വലിയ മാജിക്കുകളില്ല. ഒരു പ്ലെയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കഴിവുകൾ കാണണമെങ്കിൽ നമ്മളിതൊന്നെങ്കിൽ ലൈവായിട്ട് ഗ്രൗണ്ടിൽ പോയി കാണണം, അല്ലെങ്കിൽ ഈ മാച്ച് ടി വിയിൽ കാണണം. ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ പിറ്റത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് ആരെങ്കിലും കണ്ട കളി പറയുമ്പോഴാണ് നമ്മൾ അത് നഷ്ടമായി നമുക്ക് മനസ്സിലാവുന്നതും അതേപോലെ നമ്മൾ പിറ്റത്തെ ദിവസം അത് കഴിഞ്ഞ ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ട് തിരയുന്നതും. ഒരു സോഷ്യൽ മീഡിയയും ഇല്ലാതെ കളി കണ്ടിട്ടും അതേപോലെ വർത്താനം പറഞ്ഞുകൊണ്ടും അയാളുടെ കളിയെ പുകഴ്ത്തിക്കൊണ്ടും ഒരാൾ ഒരു ഗംഭീര പ്ലെയറായി മാറിയ കഥയാണ്. യെസ്, റൊണാൾഡീഞ്ഞോൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും ബ്രസീലിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഒരു ചെറുപ്പം പയ്യൻ ഒരേ മത്സരത്തിൽ 23 ഗോളടിച്ച കഥയാണ്. വർഷം 2001 പാരീസ് സെന്റ് ജർമ്മനിലേക്ക്, അതായത് ഒരു ഗംഭീര ക്ലബ്ബ് പോലും ആവാതിരുന്ന ഒരു തീരെ കൺസിസ്റ്റൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി തീരെ കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലബ്ബായിരുന്നു കേട്ടോ അന്ന് PSG. ആ PSG ആൾ വെറും ഒരു വിചാരിച്ചത്ര ഒരു എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗംഭീര പെർഫോമൻസോ കാഴ്ചവെക്കാൻ പറ്റാതെ അയാൾ തട്ടിത്തടഞ്ഞു നിന്നപ്പോൾ ഒരു നിമിഷത്തിൽ ലോകം വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇയാൾ വെറും അല്ലെങ്കിൽ ഇയാൾ ഒരു സാധാരണ ടാലൻറ്റഡ് ബ്രസീലിയനായിട്ട് ഒതുങ്ങി പോകുന്നത്. അപ്പോഴാണ് 2003 ബാഴ്സലോണയുടെ വിളി വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഗ്ലാമറൊന്നും ഇല്ല കേട്ടോ അന്ന് ബാഴ്സലോണയ്ക്ക്. കാരണം അന്ന് അവരൊരു മിഡ് ടേബിൾ ടീം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അവരുടെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ബാഴ്സലോണ അപ്പോൾ കടന്നുപോയത്. അപ്പോഴാണ് ഈ ബ്രസീലിയൻ ബാഴ്സലോണ എന്ന് പറയുന്ന ഭീമന്റെ അടുത്തേക്ക് വരുന്നത്. ആൻഡ് ആ ഉയർത്തെഴുന്നേൽപ്പ് 2004-2005 സീസണിലും 2005-2006 സീസണിലും ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് മാറിക്കൊണ്ടായിരുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 2004-05 സീസണിലും 2005-06 സീസണിലും ഫിഫയുടെ ബെസ്റ്റ് പ്ലെയറായി മാറിയ ആ പ്ലെയർ തൊട്ടടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിക്കൊടുത്ത് ബാലൺ ഡിയോറും എടുത്ത് ഒരു ഗംഭീര അല്ലെങ്കിൽ അസാധ്യ നമ്പേഴ്സാണ് ഇയാൾ ശരിക്കും ആ ഒരു സ്റ്റാറ്റ്സ് ഉള്ള സീസണിൽ ഉണ്ടാക്കിയെന്ന് വേണം പറയാൻ. ഇത് ശരിക്കും എന്താ പറയുക, ഒരു ധൈര്യമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം എന്താ വെച്ചാൽ ഒരു ടഫ് സിറ്റുവേഷനിൽ എതിരാളിയെ നട്ട്മഗ് ചെയ്തിട്ട് ബോൾ കടത്തിവിടാനും അതിഗംഭീരമായിട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലെയറിനെ അതിഗംഭീരമായി കബളിപ്പിച്ച് ഒരു ത്രൂ പാസ് കൊടുക്കാനും ഇയാൾ കഴിഞ്ഞിട്ടേ ആളുണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇതെല്ലാം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ കെടാൻ പോകുന്ന ഒരു തീ അതൊരു ആളിക്കത്തലായിരിക്കും നമ്മൾ ആരും വിശ്വസിച്ചില്ല അല്ലെങ്കിൽ വിചാരിച്ചില്ല എന്ന് വേണം പറയാൻ. ബ്രസീൽ നാഷണൽ ടീമിൽ ഉണ്ടായ സംഭവങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നതെന്നാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ മനസ്സിലാക്കിയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2006 വേൾഡ് കപ്പിൽ ആരൊക്കെയാണ് ബ്രസീൽ ടീമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റൊണാൾഡീഞ്ഞോ, റൊണാൾഡോ, അഡ്രിയാനോ, കക്ക, ഇത്രയും അതിഗംഭീരമായ ഒരു അറ്റാക്കിംഗ് നിര ക്വാർട്ടറിൽ സിനദിൻ സിദാൻ്റെ ഫ്രാൻസിനോട് പുറത്തു പോവാണ്. ഇതിലെ ഏറ്റവും വലിയ കഥ എന്താണെന്ന് വെച്ചാൽ കടലാസിൽ ദ മോസ്റ്റ് ഫേവറേറ്റ്സ് ഓഫ് ദ ഫേവറേറ്റ്സ് ആയിരുന്നു ബ്രസീൽ എന്ന് വേണം പറയാൻ. എന്നാൽ ആ മത്സരത്തിൽ റൊണാൾഡീഞ്ഞോന് ആ ബോളൊന്ന് തൊടാൻ പോലും കഴിയാതെ നിന്നപ്പോൾ ലോകം ശരിക്ക് ചോദിച്ചു തുടങ്ങി, അല്ലെങ്കിൽ മീഡിയ സംസാരിച്ചു തുടങ്ങി, ഇയാൾ ശരിക്കും ഒരു ഗംഭീര ടീമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ അതോ ഗംഭീര കളിക്കാർ ചുറ്റിപ്പറ്റി നിൽക്കും മാത്രമാണോ ഇയാളൊരു ഗംഭീര പ്ലെയർ ആവുന്നത് എന്നുള്ള ചോദ്യം. എന്നാൽ ഈ ചോദ്യം ബ്രസീലിൽ നിന്നില്ല. ഇയാൾ തിരിച്ച് വേൾഡ് കപ്പ് കഴിഞ്ഞ് ബാഴ്സലോണയ്ക്ക് പോകുമ്പോൾ ഈ ചോദ്യം വീണ്ടും ഇയാളെ പിന്തുടർന്നു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ സംസാരിച്ച കാര്യം ഓർമ്മയുണ്ടാകും. 80,000 കാണികൾ എണീറ്റ് നിന്ന് കൈയടിച്ച ഒരു പ്ലെയറായിരുന്നു അയാൾ, ദ ഗ്രേറ്റ് ടാലൻറ്റ്. പക്ഷേ ഈ ടാലൻറ്റ് മാത്രമാണോ ഒരു പ്ലെയറെ ഗംഭീരമാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്ലെയറിന് ഒരു കാലത്തും അല്ലെങ്കിൽ എക്കാലത്തും ടാലൻറ്റിൻ്റെ കൂടെ ഹാർഡ് വർക്കിങ്ങും അതേപോലെ അഡാപ്റ്റബിലിറ്റിയും അത്യാവശ്യമായി വേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂട്ടോ. കാരണം ബാഴ്സലോണയിൽ അപ്പോഴാണ് റൈക്കാർഡെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മാനേജർ ബാഴ്സലോണയ്ക്ക് വരുന്നത്. യെസ്, പെപ്പ് ഗാർഡിയോള.
റൊണാൾഡീഞ്ഞോനെ ഇൻഡിപെൻഡൻ്റ് ആയി വിട്ട് കളിപ്പിച്ചിരുന്ന ആളാണ് റൈക്കാർഡെങ്കിൽ ഗാർഡിയോള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു തത്രപ്പാടിലായിരുന്നു. ആള് ഒരു 10 പേരടങ്ങുന്ന അല്ലെങ്കിൽ 11 പേരടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ആൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ സിസ്റ്റം ഉണ്ടാക്കിയതോടുകൂടി അല്ലെങ്കിൽ ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ഒരു കംപ്ലീറ്റ് ഫുട്ബോളിൻ്റെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് റൊണാൾഡീഞ്ഞോ മാറി, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂട്ടാ. ഇൻഡിപെൻഡൻ്റായി കളിച്ച് എല്ലായിടത്തിലും പോയി ബോൾ വാങ്ങി അയാളുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അയാളുടെ ഫ്രീഡം ആസ്വദിച്ചുകൊണ്ട് കളിയിൽ സ്റ്റൈൽ ഉണ്ടാക്കി സ്പേസ് ഉണ്ടാക്കി ഗോൾ അടിക്കുന്ന പ്ലെയറാണ് റൊണാൾഡീഞ്ഞോ. എന്നാൽ ഗാർഡിയോളയുടെ സിസ്റ്റം ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഡിസിപ്ലിൻ, സ്ട്രക്ചർ ആൻഡ് പ്രസ്സിങ്, ഇത് മൂന്നും നല്ല വ്യക്തമായി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഫിറ്റ് ആവാൻ റൊണാൾഡീഞ്ഞോയ്ക്ക് കഴിയാതായതോട് കൂടിയിട്ട് അയാൾ ആ പ്ലെയറിനോട് പറയുകയാണ്, ഈ ഒരു സിസ്റ്റത്തിൽ ഇനി നിങ്ങൾക്ക് സ്ഥാനമുണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന്. കാരണം ആ ഒരു സമയത്ത് ലയണൽ മെസ്സി എന്ന് പറയുന്ന പ്ലെയർ ഉയർന്നു വരുന്ന കാഴ്ച, അല്ലെങ്കിൽ അയാളുടെ തുടക്കകാലത്ത് അയാളുടെ കരിയർ ഇവോൾവ് ആകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ സത്യം പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ തലക്കെട്ടുകളിലൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് നൈറ്റ് ലൈഫ് കൊണ്ട് ജീവിതം നശിപ്പിച്ച റൊണാൾഡീഞ്ഞോ എന്നായിരുന്നു. ഇത് സത്യമല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആള് അളവ് വിട്ടിട്ട് നൈറ്റ് ലൈഫ് ആസ്വദിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയാളുടെ കരിയറിനെ ബാധിച്ചത് അയാളുടെ അഡാപ്റ്റബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഓഫ് പെപ്പ് ഗാർഡിയോള എന്ന് വേണോട്ടാ നമ്മൾ ശരിക്കും പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒരു 80,000 കാണികൾ അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന 80,000 ആളുകൾ ഒരു പ്ലെയർ ഗോൾ അടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടിട്ട് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആദ്യമായിട്ട് ഫുട്ബോൾ കണ്ടുകൊണ്ടല്ല കേട്ടോ അവർ കൈയടി കൊടുത്തത്. അവർ ഇന്നേ വരെ ഫുട്ബോളിൽ കാണാത്ത എന്തോ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ ആ ദിവസം എണീറ്റ് നിന്ന് കൈയടിച്ചത്. നമ്മൾ എന്തോരം വേസ്റ്റ് ടാലൻ്റായി പോയി എന്ന് പറഞ്ഞാലും ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 5 സീസണിൽ കളിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ ട്രോഫീസും നേടിക്കൊടുത്ത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ ഇൻഡിവിജ്വൽ ട്രോഫീസ് നേടിയെടുത്ത ഒരു ഗംഭീര പ്ലെയറാണ്. ഹി വാസ് നോട്ട് എ വേസ്റ്റഡ് ടാലൻറ്റ്, ബട്ട് ഹി വാസ് എ ഗിഫ്റ്റഡ് talent, and we are talking about none other than Ronaldinho Gaucho.